ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു, എനിക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയതിലുള്ള സന്തോഷമാണ്. ഞാനിപ്പോൾ എൻ്റെ തലമുടി സംരക്ഷണത്തിന് എനിക്ക് ഇഷ്ടംമാതിരി വ്യൂസ് വന്നിട്ടുണ്ട്. 38 എന്തോ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഒരു മിടുക്കുമല്ല കേട്ടോ. ഞാൻ എൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്ത് ഏറ്റെടുത്ത് നിങ്ങളാണ് കണ്ടത് വീഡിയോ. അല്ലാണ്ട് എൻ്റെ ഒരു ഗമയോ എൻ്റെ വീഡിയോയുടെ ആ സ്റ്റൈലോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടി സംരക്ഷിച്ചതും എൻ്റെ മുടി വളർന്നത് എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളെ കാട്ടിത്തന്നു. നിങ്ങളത് കണ്ടു. അല്ലാതെ എൻ്റെ ഒരു മിടുക്കുമല്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കറി, 2 സൈസ് കറി വെച്ച് ചേട്ടൻ ആ കറിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ കറിയെപ്പറ്റി ഏതാ നല്ലതെന്നൊക്കെ ഉള്ള ഒരു കറിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒത്തിരി ആൾക്കാർ പറഞ്ഞു ജയയുടെ സംസാരം ഒത്തിരി ഇഷ്ടമാണ്, ജയ സത്യം പറയുന്നതെന്ന്. നമുക്ക് സത്യം മാത്രമേ ഉള്ളൂ. നമുക്ക് 2 ആൺപിള്ളേരാണ്. അവർ നല്ല രീതിയിലും നല്ല സ്വഭാവത്തോടും നല്ല ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ ഉടായ്പും കാണിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു കള്ളത്തരവേ ഇല്ല. നമ്മളുള്ളത് മാത്രമേ പറയത്തുള്ളൂ. ഒത്തിരി പേര് നര എങ്ങനെ ഇതാക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വേണം ചുമ്മാ എനിക്കാണെങ്കിൽ പറയാം, അതങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ആരെയും വഞ്ചിക്കത്തില്ല. കാരണം നമ്മൾ ആരെ ഇന്ന് വഞ്ചിച്ചോ നാളെ നമ്മളത് അനുഭവിക്കും അല്ലേ. അപ്പം നമുക്ക് എന്താണേലും എൻ്റെ ആൾക്കാരോടെല്ലാം ഒന്നുകൂടെ ഞാൻ നന്ദി പറയുവാണ്. വളരെ നന്ദി എന്നെ ഒത്രയും ആക്കിയതിന്. അതുകൊണ്ട് ഇനിയും ആൾക്കാർ ഷോർട്ട് ഇടാത്തവരൊക്കെ ഷോർട്ട് ഇടണം. എന്തെങ്കിലും സംശയം ഷോർട്ട് ഇടാൻ അറിയത്തില്ലെങ്കിൽ ചോദിച്ചു, ഞാൻ പറഞ്ഞു തരാം. ചിലവർക്ക് അതിൻ്റെ ഇതൊന്നും മനസ്സിലാകത്തില്ലല്ലോ എങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടെ ടൗൺ വരെ പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് ഇഡലി സാമ്പാറും ആയിരുന്നു കേട്ടോ. ബാക്കി ഇരിപ്പുണ്ട്. നീരമ്മയ്ക്ക് കൊടുക്കണം. പിന്നെ അപ്പം ഇഡലി സാമ്പാറും ആയിരുന്നു. അപ്പം അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കുളിയെല്ലാം കഴിഞ്ഞാണ് പോയത്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണക്കച്ചെമ്മീൻ എടുത്ത് നല്ല പുളിയം മാങ്ങിയിട്ട് നമുക്ക് പറ്റിച്ചാലോ, പറ്റിക്കാം. ആർക്കെങ്കിലും അറിയാൻ മേലാത്തവരുണ്ട്? ഉണക്കച്ചെമ്മീൻ മാങ്ങയിട്ട് നല്ല പറ്റിച്ചങ്ങോട്ട് എടുക്കണം. നല്ല സൂപ്പറാ. പീര നമ്മുടെ പച്ചമീനൊക്കെ വെക്കത്തില്ലേ, അപ്പൊ ഞാൻ വെക്കുമ്പോ കാണിച്ചത് തേങ്ങാ തിരുമണം. മാങ്ങ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പോകുന്നതിന് മുമ്പ് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോയി വരാന്നുള്ള ഇതിലാണ് ഞാൻ വെച്ചിട്ട് പോകാൻ. സാധാരണ എവിടെ പോയാലും വെച്ചിട്ടല്ലേ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഞങ്ങളിപ്പോ വന്നു, കുറച്ചേരെ വന്നിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇത് മാങ്ങ അരിഞ്ഞു വെച്ചു. മാങ്ങായും പച്ചമുളകും കൂടെ മാങ്ങ ഇങ്ങനെ കുനുകുനാന്ന് അരിയണം കേട്ടോ. അരിഞ്ഞ് നല്ല പുളിയുള്ള മാങ്ങ വേണം, അല്ല കൊള്ളത്തില്ല. ചക്കക്കുരും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാ. ചക്കക്കുരു ഉണ്ട്. ഒത്തിരി ചക്കക്കുരു ഇടണ്ട കേട്ടോ. ചക്കക്കുരു ഞാൻ മേടിച്ചതാ കേട്ടോ. ചക്കക്കുരു നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. 2-3-4 എണ്ണ ഇട്ടാൽ മതി കേട്ടോ. അല്ലെ ചക്കക്കുരു മാത്രം ഇങ്ങനെ മിഴിച്ചു കിടക്കും. അതെ, നല്ല അടിപൊളി ചക്കക്കുര കിട്ടിയേക്കുന്ന കേട്ടോ. അപ്പൊ നമുക്കൊരു 4-5 എണ്ണത്തിന് നമുക്ക് അങ്ങോട്ട് ഒരുക്കിയൊക്കെ എടുക്കാം. ഒരുക്കി എടുത്തിട്ട് നമുക്ക് ഇതിനെടുക്കാം. വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം പോത്തില്ലേ. പിന്നെ മെഴുക്കുവരട്ടി എന്തെങ്കിലും കൂടെ വെച്ചാൽ മതി. മീൻ വറക്കാനുണ്ട്. പുളിശ്ശേരി ഇരിപ്പുണ്ട്. ആ പുളിശ്ശേരി ഇന്നുകൊണ്ട് തീർക്കുക. നാളെ നമുക്ക് വേറെ വെക്കാം കേട്ടോ. അപ്പൊ ഇത്ര ആക്കിയിട്ട് വരാം. അപ്പൊ നമ്മള് ഉണക്കച്ചെമ്മീന് വേണ്ടി എല്ലാം എടുത്തു വെച്ചു. ചക്കക്കുരു ഒരു 4 എണ്ണ എടുത്തുള്ളൂ കേട്ടോ. അതിന്റെ ആവശ്യമുള്ളൂ. അല്ലെ ചക്കക്കുരു മാത്രം ഇങ്ങനെ മിഴിമിഴാന്ന് കിടക്കും. മാങ്ങായ, ചക്കക്കുരു, പിന്നെന്തായിരുന്നു, പച്ചമുളക് അരിഞ്ഞു വെച്ചു. പിന്നെ തേങ്ങ അടുപ്പ് കത്തിച്ചേക്കാം മീൻ വറക്കാന്. ഉണക്കച്ചെമ്മീൻ തേങ്ങായ, മുളക് പൊടി, ചുമന്ന ഉള്ളി കേട്ടോ ഒന്ന് ചതച്ചിടണേ, മഞ്ഞപ്പൊടി ഇത്രയും അരപ്പേ അതാക്കി വെക്കുന്നു. ഇതാ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കണ്ടോ. ഇഷ്ടംമാതിരി ഉണക്കച്ചെമ്മീനുണ്ട് കണ്ടോ. ഇതിന് ഞാൻ ഒന്ന് ഇത് കഴുകണം. കഴുകിയിട്ട് വേണം നമുക്ക് വറക്കാൻ. ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് പീരയ്ക്കകത്തിടാൻ.
നമുക്കൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയൊക്കെ എടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ വറുത്തെടുത്ത് തലയെല്ലാം കൂടെ വറുക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് തലയെല്ലാം കൂടെ നമുക്ക് കളയണം. തല അതിന്റെ വാലും കളഞ്ഞ് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് വെക്കും. കാരണം അരഞ്ഞ് ചതഞ്ഞ് പോവരുതേ. അങ്ങനെ പോയാൽ സുഖമില്ല. ഒന്ന് മാത്രം വെച്ചാൽ മതി കേട്ടല്ലോ. അങ്ങനെ വെച്ചിട്ടൊക്കെ നമുക്ക് വരാം. അപ്പം നമ്മുടെ ഉണക്ക ചെമ്മീനെ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. അതെ, ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതെല്ലാം കൂടെ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് കഴുകണം കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതും കൂടെ ഒന്ന് കഴുകി നമുക്ക് ഇതിനകത്തോട്ട് ഇടണേ. കഴുകിയില്ല എന്താണേലും ഉണക്കാന്ന് പറഞ്ഞാൽ ഉടുമ്പുണ്ട്, ശരിയല്ലേ? ഉടുമ്പ വെക്കുന്ന പോലെ നമുക്ക് ഇത്ര ഇതല്ലേ. ഇതും എല്ലാം കൂടെ ഒന്നിച്ചിടുന്നു. നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്നും ഇട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ട് തേങ്ങ കനങ്ങും കുറച്ച് തിരുമ്മി അടലയൊന്നും ഇല്ലാതെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ മതി. അത് ഒന്നിച്ചാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെക്കാവേ. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഇച്ചിരി ഏറെ വെള്ളം വെച്ചാൽ ഒത്തിരി വെച്ച് വെക്കല്ലേ. അതായത് മാങ്ങ ചക്കക്കുരു എല്ലാം വേകാനുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പറ്റട്ടെ. തിളച്ചിട്ടില്ല, പറ്റട്ടെ. പിന്നെ ഞാൻ പോയി ഫ്രിഡ്ജ് തപ്പുമായിരുന്നു. കാരണം പച്ചക്കറി എല്ലാം തീർന്നു. അപ്പം ഏതാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ തപ്പി നടന്ന് കിട്ടിയതാണ്. കുറച്ച് ബീൻസ് ഒക്കെ ഉണ്ട്, മുതുക്കനും ഒക്കെ ഉണ്ട്. കുറെ മുതുക്കനും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഒടിച്ച് വിട്ടേക്കാം. മുതുക്കനാണെങ്കിലും മുതുക്കാണെങ്കിലും നമുക്ക് കളയാൻ പറ്റുമോ? പിന്നെ ശകലം വെണ്ടയ്ക്കാട് അച്ചുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞോണ്ട് വരാവേ. മെഴുക്കുരട്ടിക്ക് പിന്നെ പുളിശ്ശേരി നമുക്ക് ഇരിപ്പുണ്ട്. മതിയെന്നേ, നമുക്ക് എന്നാ ഇതൊക്കെ പോലെ നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ അല്ലേ. അപ്പം നമ്മുടെ ബീൻസിനെ ഒരു വിധത്തിൽ കുറച്ചെടുത്ത് അരിഞ്ഞെടുത്തു. ഒരു വിധത്തിൽ നിന്ന് ഉദ്ദേശിച്ച വേറൊന്നും അല്ല കേട്ടോ. അതിനകത്ത് മൂത്തതും ഞാൻ പറഞ്ഞില്ലേ, മൂത്തതും മുതുക്കിയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ ഒരിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതവിടെ കിടന്ന് വേകട്ടെ. അപ്പൊ നമ്മുടെ ഉണക്കച്ചെമ്മീൻ തീരെ അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? ചേട്ടനെല്ലാം പറയണം ഇതിന്റെ കാര്യങ്ങളല്ലേ. അവിടെ ഇരുന്ന് എന്തോ ചെയ്യുവാന്ന് തോന്നുന്നു. മൊബൈലിനകത്ത് നോക്കിക്കൊണ്ടെങ്ങാണ്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടൻ വരുന്നുണ്ട്. ഉണക്കച്ചെമ്മീൻ പീരയായിട്ടാ വെച്ചേക്കുന്നത്. നോക്കട്ടെ എന്തോ നോക്കട്ടെ. ചേട്ടാ എങ്ങനെയുണ്ട് ഉണക്കച്ചെമ്മീന്റെ പീരയുടെ അഭിപ്രായവും? ഉണക്കച്ചെമ്മീന്റെ കറി എനിക്ക് ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ആദ്യം ഉണക്കച്ചെമ്മീനും മാങ്ങയാക്കി, പിന്നെ രണ്ടാമത് പീരയാക്കി. പീരയാക്കിയപ്പോഴത്തേക്കും രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. അടിപൊളിയാണ് രണ്ടും. അത് നമ്മൾ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് നമുക്കത് മനസ്സിലായത് കേട്ടോ. പീരയും ഉണക്കച്ചെമ്മീനും മാങ്ങയും നമ്മൾ കൊണ്ടുവന്ന് മാങ്ങയാണ് കൈ പൊള്ളിക്കല്ലേ. ചേട്ടൻ ആദ്യം ഉണ്ടല്ലോ ഈ ഉണക്കച്ചെമ്മീനോട് വലിയ താല്പര്യമില്ല. കറി വലിയ കുഴപ്പമില്ലാത്ത ഈ പീര അങ്ങനെ കൂട്ടിയിട്ട് സൗദിയിലൊക്കെ അവരവിടെ പീരയൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ വലിയ വലിയ മീനല്ലായിരുന്നു. അപ്പൊ അത് ചൂര അതുപോലത്തെ മീനായിരുന്നു. കാരണം ഒരു മെസ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 പേരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പൊ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോ ചെമ്മീൻ വേണ്ടി വരും ആലോചിച്ചു. ചൂരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മീനായിട്ട് ചെറിയൊരു തുണ്ടം വെച്ചെങ്കിൽ ഒരാൾക്ക് 1 ലക്ഷം കൊടുത്താൽ പോരെ. അതുകൊണ്ടാണ് അപ്പൊ ഉണക്കച്ചെമ്മീന് പീര കറി എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം. വയ്ക്കണത് മാങ്ങയിട്ട് വേണം വയ്ക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങ നമ്പർ 1 ആണ്. നമ്പർ 1 അടിപൊളിയാണ് കേട്ടോ. വീട്ടമ്മ ബ്ലോസിലെ ജീനയ്ക്കാട് ഉണക്കച്ചെമ്മീൻ ഒന്നും കിട്ടാറില്ല. ആണോ? ഞാൻ പറഞ്ഞു ഇങ്ങ് പോരാൻ നമുക്ക് പറയാം. ചേച്ചിയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ ദൂരം വെച്ചിട്ടില്ല. ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മേടിച്ചു വെച്ചേക്കാം. അത് തന്നെ. അല്ലാതെ വന്നിട്ട് ചുമ്മാ പോകരുത്. വരുവാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ പറഞ്ഞു വെച്ചേക്കണം. കുമരകത്ത് പോയി മേടിക്കണം. അതാ പറഞ്ഞത് പോണം. അപ്പം നമ്മുടെ ഇതിന്റെ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ചേട്ടൻ പറഞ്ഞോണ്ട് ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും വിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നെ അത്രയും വിശ്വാസമില്ലെന്ന് തോന്നുന്നു ആർക്കും ഇല്ല, അല്ലേ? നമ്മള് ഓരോന്നും ഇപ്പൊ പരീക്ഷിച്ചിരിക്കുമല്ലേ. കാരണം ഇത്രയും തലമുടിയുടെ ആരും തന്നെ അറിയാലോ. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഇപ്പോഴല്ലേ നാടുമായിട്ട് നമുക്കൊരു ഇത് വന്നത്. കാരണം കറികളാണെങ്കിലും എല്ലാം നമ്മള് വീട്ടിനായിട്ട് നമ്മള് ടച്ചപ്പ് വന്ന ഇപ്പോഴാണ്. 2-3 വർഷം കൊണ്ടല്ലേ സ്ഥിരമായിട്ട് വെക്കാൻ തുടങ്ങിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ വരിക പോവുക എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ മാക്സിമം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വെക്കേഷനാണ്. ഏപ്രിൽ മെയ് ആണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഷർട്ട് ഇടണം എന്ന് പറഞ്ഞു. ഷർട്ട് ആരാ കമന്റ് ഇട്ട് ഷർട്ട് ഇട്ടില്ലെന്നല്ലേ? ദൈവമേ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ അവിടെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചേട്ടോ ഇങ്ങ് വരാൻ പറയുന്നത്. അന്നേരം ഓടിയിരുന്നു. ചൂടല്ലേ കേട്ടോ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അതാണ് ഷർട്ട് ഒന്നും. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷിച്ച് നോക്കുക. ചെമ്മീൻ പീര്, ചെമ്മീൻ കറി രണ്ടിനും വെറൈറ്റി ടേസ്റ്റ് ആണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഏതാണ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വച്ച് നോക്കിട്ട് ഏതാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ കമന്റ് ഇടണം. ഓക്കെ, ബൈ. ഞാനപ്പൊ മെഴുക്കോരട്ടിയിലോട്ട് പോട്ടെ. ഇത് പറ്റി കേട്ടോ, ഇത് പറ്റി നമുക്കിത് മാങ്ങി വെക്കാവേ. മെഴുക്കോരട്ടി ഇട്ടു അടുപ്പത്ത്, അതിന് ശരിയാവട്ടെ. അപ്പൊ നമ്മുടെ മെഴുക്കോരട്ടി, നിങ്ങൾ വിചാരിക്കും ഇത്രയും മെഴുക്കോരട്ടി ഉള്ളൂന്നല്ലേ? ചേട്ടന് മാത്രമാണേലും മതിയല്ലോ, എനിക്കൊരു ശകലം മതി, കൊച്ചിത് കൂട്ടത്തില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് പലഹാരം. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ആക്കി വെച്ച് കൊച്ചിന് മീൻ വറുത്ത ഉണ്ടാക്കില്ല, വേറൊന്നും വേണ്ട. അതാണ് ഇത്ര ആക്കിയത് കേട്ടോ. മീനും വറക്കാനിട്ടു. അപ്പം ഇന്നത്തെ പണി എൻ്റെ ഉച്ച വരെ ഉള്ളത് ഇതുകൊണ്ട് കഴിയുക. അപ്പം ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണ സമയം കേട്ടോ. അതാ നമ്മുടെ എന്താ ചെമ്മീൻ തോരൻ, ചെമ്മീൻ പീര വെച്ചത് ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നത്തെ കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മുടിയെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താണേലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേ ശരിക്കും ഒന്നുകൂടെ ഈ മുടിയുടെ സംരക്ഷണവും കാണിച്ചു തരാം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസ് ഉള്ളവർക്കൊക്കെ, എനിക്ക് സൈനസാ മോളെ, ഒരു കുഴപ്പമില്ല കേട്ടോ. മുട്ട ചൂടാണ്, ഒരു കുഴപ്പമില്ല. പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. വേറെ ഓയിലിനകത്തോട്ടൊന്നും പോകണ്ട കേട്ടോ. പാരച്ചൂട്ടിനകത്തോട്ടൊന്നും പോകുമൊന്നും വേണ്ട. ഞാൻ പാരച്ചൂട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പാരച്ചൂട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ ഏതാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയാണ് നമ്മുടെ മെയിൻ. അല്ലാതെ ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മേലഴിയൊക്കെ വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ കുറേ ചേച്ചിമാർ ചോദിച്ചു 61 വയസ്സായ മുടിയോ? എന്തോ ചേച്ചി 61 വയസ്സൊക്കെ ഒരു വയസ്സാണ്. ഈ ചേച്ചി എന്തായി പറയുന്നത്? 61 ഒരു വയസ്സുമല്ല. മുടി എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നിടം വരെ മുടി നഹോ കിളിക്കുന്ന ഒരു സാധനമാണ്. അതിന് വയസ്സേ ഇല്ല കേട്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. വയസ്സ് നമുക്കായില്ലെന്നേ വിചാരിച്ചാൽ മതി. അതാണ് നമ്മുടെ പോസിറ്റീവ് എനർജി കേട്ടല്ലോ. അതുകൊണ്ട് നെഗറ്റീവ് എനർജിയിലോട്ടൊന്നും പോവണ്ട. എല്ലാവർക്കും ട്രൈ ചെയ്യാം, എല്ലാവർക്കും മുടിയും കിളിക്കും കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരു ഷോർട്ടിന് അഭിനയിച്ചിട്ട് ഇപ്പം വന്നാണ്. അതാണ് കണ്ണൊക്കെ ഇങ്ങനെ വരച്ചു വെച്ച പോലെ ഏതാണ്ട് പോലെ ഇരിക്കുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കല്ലേ. ഇപ്പൊ ഒരു ഷോർട്ട് അഭിനയിച്ചത് തന്നെ കിടന്ന അഭിനയമാണ്. അപ്പം ഷോർട്ട് കാണാത്തിരക്കിടയ്ക്കൊന്ന് പോയി കാണണേ. ഞാൻ ആരെയും അതായിട്ട് പറയുന്നില്ല കേട്ടോ. എന്താണേലും എനിക്ക് ഷോർട്ട് കണ്ടില്ലേലും വേണ്ടിവരാം. എൻ്റെ മുടിയുടെ സംരക്ഷണം എല്ലാവരും നോക്കിക്കോണം. എനിക്ക് ഒത്തിരി കമന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കമന്റ്സ് വന്നു. ഇഷ്ടമാതിരി കൂട്ടുകാരെ കിട്ടി. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആരും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അതിനകത്തുള്ള ഒരു കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടേ. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ, അതായത് നമ്മൾ ഇന്നലെ ഇട്ട വ്ളോഗിന്റെ കമന്റ്സിന്റെ മാത്രം ഒരു ഉച്ചയ്ക്ക് 1 മണി തൊട്ടാണ് 1 മണി വരെയുള്ളവരുടെ കമന്റ്സ് ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇതിനു മുമ്പ് മുടിയുടെ ഒരു 3 ദിവസം മുമ്പ് ഇട്ടതിന് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഓരോന്നൊക്കെ നോക്കി ഇടയ്ക്ക് വായിച്ചോളാം. നമുക്ക് എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാട്ടോ, ആരും ഒന്നും വിചാരിക്കല്ല. വായിക്കാത്തവരുടെ ഒന്നും പിണങ്ങല്ല കേട്ടോ. ഇതുപോലെ മുമ്പോട്ട് എല്ലാവരും എന്നെ സഹകരിച്ച് മുമ്പോട്ട് പോകണം. കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ടിപ്സ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നാമത്തെ വിഷ്ണു ഹംസധ്വനി. ആ പുള്ളിക്കാരി പറഞ്ഞ എന്നോട്, എനിക്കിത് കണ്ണാടി വെച്ചിങ്ങനെ വായിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ, അത് എടുക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞു, എന്താ എൻ്റെതും ഡിലീറ്റ് ആക്കിയത്? സത്യം
സത്യം പറയാണ് എൻ്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ അങ്ങനെ ഡിലീറ്റ് ആക്കത്തില്ല. അത് നമുക്ക് അങ്ങനെ ഡിലീറ്റ് ആക്കേണ്ട കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈ വിഷ്ണു ഹംസകനിയുടെ ഇത് കണ്ടിട്ട് ഞാൻ ഇന്നലെയാണോ ഞാൻ ഏതോ ഒരു വ്ലോഗിൽ പറയുകയും ചെയ്തു, വെട്ടൊന്നും മുറണ്ട, ഉള്ളതുപോലെ പറയും. എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ളവരെ അങ്ങനെ വേണം നമ്മൾ പറയാൻ, അല്ലാണ്ട് ഡിലീറ്റ് ആക്കിയതല്ല കേട്ടോ, ഒന്നും വിചാരിക്കല്ലോ കേട്ടോ, ഡിലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല. രണ്ടാമത്തെ സൗന്ദര്യ നമ്മുടെ എപ്പോഴും നമ്മുടെ വ്ലോഗ് എല്ലാം കാണുന്നതാണ്. അഷ്നാബ് ഒരു പുള്ളിക്കാരി ഒരു പുതിയ സബ്സ്ക്രൈബറാണ്. ഞാനും അഷ്നാദിന്റെ അത് സബ്സ്ക്രൈബും ചെയ്തു, കൂട്ടുമായി കേട്ടോ, നമ്മൾ രണ്ടും കൂട്ടാണേ കേട്ടോ. പിന്നെ മിനി തോമസ് മുരിങ്ങയില കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പെട്ടെന്നോട്ടെന്ന് പറയാം, വീഡിയോ നീണ്ടുപോയ വലിയ പാടാ കേട്ടോ. മുരിങ്ങയില കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായെന്ന് പറഞ്ഞു. ഇങ്ങ് പോരാ മുരിങ്ങയിലൊക്കെ തരാം കേട്ടോ. രുക്മിണി വ്ളോഗ്സ് ഞാൻ സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടുണ്ട്. സുനിത കിച്ചൻ നമ്മുടെ നേരത്തെ തൊട്ടുള്ള കൂട്ടുകാരിയാണ്. സുനിത സുധീർ എൻ്റെ ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടനാടൻ നമ്മുടെ നേരത്തെ ദീപ കെ എം, ഇതൊക്കെ പുതിയ ഫ്രണ്ട്സുകളാണ്. കുറെ ആൾക്കാർ പുതിയതായിട്ട് ഒത്തിരി പുതിയതുണ്ട്. നന്ദനം ഗാർഡ് ഇതൊക്കെ പഴയതാണ്. പഴയവരാണ് നമ്മുടെ എപ്പോഴും ഉള്ള, കാരണം ആദ്യം ബ്ലോഗ് ഇടുന്ന സമയത്ത് കുറച്ച് 5-8 പേര് വന്ന് കമന്റ്സ് എല്ലാം ഇട്ടിട്ടാണ് വലിയ വലിയ പുതിയ കൂട്ടുകാരെ എല്ലാം എനിക്ക് കിട്ടി. അതുകൊണ്ട് പഴയ ആൾക്കാരെ നമുക്ക് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും അവർക്ക് സപ്പോർട്ടും ചെയ്യും. ഗീതാ പുരുഷോത്തമൻ ഇതാന്ന് തോന്നുന്നു, വി ചേച്ചിയുടെ വീടിനടുത്ത് അല്ലേ ഗീതേ, കിടങ്ങറ. ശ്രീകുട്ടി നിഷാസ് വ്ലോഗ്, ജിജി ഹരിലാൽ, ഞാൻ എല്ലാവരുടെ പേര് വായിച്ചു പോവാം. വത്സാസ് കിച്ചൺ നമുക്കുള്ളതാണ്. ഫിൽസ മറിയം സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജോമാസ് വേൾഡ് നമ്മുടെ എപ്പോഴും ഉള്ള ആള്. ന്യൂര വ്ലോഗ്, രഘുനാഥ് അതാരാന്നറിയാവോ, എന്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡാണ് രഘുനാഥ്. എന്റെ ചേട്ടൻ എപ്പോഴും എനിക്ക് സപ്പോർട്ടാട്ടോ, എപ്പോഴും ഇതിനകത്ത് എനിക്ക് കമന്റ്സ് ഒക്കെ വിടാറുണ്ട്. അജിത നായർ വെറൈറ്റി ബ്ലോഗ്സ് എന്റെ ചേച്ചിയുടെ ബ്ലോഗിന്റെ പേര് കേട്ടോ. ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ് രഘുനാഥ്. ശോഭ ചേച്ചി, സുനിത PV, ശ്രീജൂസ് കിച്ചൺ. ശ്രീജൂസ് ആണെങ്കിലോ ഏത് ഞാൻ ഇട്ടോ അതിനെല്ലാം എനിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഇട്ടോണ്ടിരിക്കും കേട്ടോ. ആരും മറക്കല്ലേ, ഇവരുടെ എല്ലാരും പോയി കാണുക കേട്ടോ. ഹരികാസോ വ്ലോഗ് ചിലതൊക്കെ തെറ്റിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എഴുതി വെച്ചാട്ടോ. ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഹോം ടൂർ ചെയ്യണം, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം കേട്ടോ. പഴയതിനകത്ത് ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കാൻ മടിയാണ്, ഞാൻ ചെയ്തേക്കാം. എന്റെ ആവശ്യമല്ല, ആവശ്യമല്ല, ഞാൻ ചെയ്തു തരാം കേട്ടോ. വീട്ടമ്മ വ്ലോഗ്സ് നമ്മുടെ വീട്ടിലുള്ള അന്നാണ്, ഇവർക്കൊക്കെ വ്ലോഗുള്ള കേട്ടോ. പിന്നെ വിജയലക്ഷ്മി ആരാന്നറിയാമോ, എന്റെ ചേച്ചി, രണ്ടാമത്തെ ചേച്ചി. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. രണ്ടാമത്തെ ചേച്ചിയാണ് വിജയലക്ഷ്മി. അവള് കമന്റ് ചെയ്തത് ഞാൻ എഴുതിയതാ കേട്ടോ. ഇവരെല്ലാം എനിക്ക് എപ്പോഴും സപ്പോർട്ടാന്ന് പറയുമായിരുന്നു. സനിത പ്രശാന്ത്, പിന്നെ രജിഷ, ഷൈജു, ശൈലജ. ശൈലജയ്ക്ക് ഒരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞു. എത്ര ഹായ് വേണേലും ഞാൻ തരാം കേട്ടോ. മതിയോ ശൈലജയ്ക്ക്, മതിയോ? ഹായ് ശൈലജയ്ക്ക് തന്നു. പിന്നെ മിനി KR, FBയിൽ മിനി എഴുതുന്ന ഒരു പേജ് ഉണ്ടെന്നാണ്, ഞാൻ അത് നോക്കിയിട്ടില്ല. ഞാൻ നോക്കും തീർച്ചയായിട്ടും, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, ഞാൻ പോയി നോക്കാം. സാലു, വത്സല കുമാരി, രഞ്ജി KB, പുള്ളിക്കാരി സാമ്പാർ ഉണ്ടാക്കി കാണിക്കണം, തീർച്ചയായിട്ടും കാണിക്കാം കേട്ടോ. റോണി മോൾ ജോൺ കോട്ടയത്തുള്ള കേട്ടോ. പിന്നെ ആരാ പറയാവേ, പാത്തൂസ ബീൻജോ സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറിയം ഹോംലി വില്ലേജ് സബ് ചെയ്തു. കലച്ചേച്ചി, കലാശ്രീ എപ്പോഴും എനിക്ക് കമന്റ്സ് ഇട്ടിട്ട് പോകുന്ന കേട്ടോ. ഭയങ്കര കമന്റ്സ്, ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കലാശ്രീ കേട്ടോ. വെറൈറ്റി അടുക്കള, സുരേഷ്. സൂരജ് സുരേഷ് ബിഗ് ഹായ്. മതിയോ ഹായ്? ഞാൻ ഹായ് തന്നില്ലേ? ഹായ് തരാം കേട്ടോ, എത്ര വേണേലും തരാവേ. പിന്നെ ശ്രീദേവി നമ്മുടെ എന്റെ വീടിനടുത്തുള്ളതാണ്, അവൾക്കും ഉള്ളതാണ് ചാനല്. ദീപ്തി ഹരികുമാർ, ദോശ. ദീപ്തി ഹരികുമാറിനോട് പറഞ്ഞു ചേച്ചി ദോശ ജയായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ദോശക്കല്ലിൽ തുണി വെച്ച് തൂക്കണം, പ്ലാസ്റ്റിക് കണ്ടിട്ടായിരിക്കും, സോറി കേട്ടോ. ഞാൻ തുണിയൊക്കെ വെച്ച് ചെയ്തോളാവേ. പിന്നെന്തായിരുന്നു, പ്രീതി ദിലീപേ. അയ്യോ എന്റെ കൂടപ്പുറപ്പാണേ പ്രീതി ദിലീപ്. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെ നേരത്തെ തൊട്ടേ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ആളാണ് കേട്ടോ, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. പ്രീത ഹരി പുള്ളിക്കാരി, അതെ. ശ്രീജ പുത്തു,
പുതിയ കുഴി കുറച്ചായി കേട്ടോ. കുട്ടനാടൻ ബ്യൂട്ടി അഭിനന്ദ സുശീല കെ എപ്പോഴും ഹായ് ചേച്ചി എന്നും പറഞ്ഞു, ഞാനപ്പോ ഹായ് ചക്കര എന്നും പറഞ്ഞ് വിടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. മിനി തോമസ്, പിന്നെ മിനി തോമസ് ചോദിച്ചാണ് ടീച്ചറെ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാ വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല മിനിക്കുട്ടി. ഓക്കെ അല്ലേ? എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചേക്കുന്നത് നോക്കിക്ക്. 41 എന്ത് ചെയ്യുന്നു കാണുന്നില്ലല്ലോ. ഉണ്ട്. സനിത പ്രശാന്ത്, രജിഷ ഷൈജു, ഇതൊക്കെ ഞാൻ വായിച്ചായിരുന്നു അല്ലേ. അപ്പം നമ്പർ തെറ്റിച്ച വായിച്ചേക്കുന്നത്. രസിക പൊന്നു കഞ്ഞിക്കുഴിയിലുള്ളത്, സ്മൃതി രാജേഷിന്റെ രസമുണ്ട്. എന്റെ ഇത് കേട്ട് ഗ്യാസിൽ എന്തോ വെള്ളം വെച്ചിട്ട് പോയിട്ട്, ഇതൊക്കെ എന്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെ. പിന്നെ വീഡിയോ കണ്ട് ഗ്യാസ് ഞാൻ ഒത്തിരി നോക്കണം എന്നൊക്കെ പറഞ്ഞ പാർട്ടി എന്റെ വീഡിയോ കണ്ട് ഗ്യാസ് നഷ്ടമായി, ഗ്യാസ് വെള്ളം എല്ലാം പറ്റിയും പോയി. എന്നാ പറയാനാ, ഞാൻ കാരണം അല്ലേ. പിന്നെ സന്ധ്യ, പിഗ്മെന്റേഷൻ മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാന് പറയാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പച്ചരി ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് ജ്യൂസാക്കി തേയില ഇതിനകത്ത് നമ്മുടെ അരിപ്പയ്ക്കകത്തില്ലേ എടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെന്തായിരുന്നു കറ്റാർ വാഴയുടെ ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സഡ് ആക്കിയിട്ട്, എൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുവോ. അതും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഈ ഇവിടെ ഒന്ന് തേച്ചു മുഖം മൊത്തമായിട്ട് തേക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് മാറ്റം വരും കേട്ടോ. പിന്നെ സുമപ്രസാദ് ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു. ഫോൺ നമ്പർ നമുക്ക് യൂട്യൂബ് വഴി തരാൻ പറ്റത്തില്ല എന്നൊരിതുണ്ട് കേട്ടോ. പിന്നെ അജിത നായർ വെറൈറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ചേച്ചി കേട്ടോ, അവളെ എനിക്ക് എപ്പോഴും എഴുതുന്നതാണ്. പിന്നെ ഒരല്പം നേരം പോക്കെന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. വത്സല കുമാരി, പുള്ളിക്കാരി എന്നോട് കിടങ്ങറക്കുള്ള വഴിയൊക്കെ ചോദിച്ചു. കാരണം അവിടെ ഒരു വൈദ്യനുണ്ട്, ആ വൈദ്യനെ കാണാൻ പോയി, പക്ഷെ മരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഷ്ടമായിപ്പോയി കേട്ടോ. ശ്രീലയനം, നരച്ച മുടി കറുപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ലാത്ത കാര്യം ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന്റെ ഞാൻ പറഞ്ഞു ഓക്കെയാ, അല്ലാതെ എനിക്ക് അറിയത്തില്ലാത്തോണ്ട് കേട്ടോ. ലക്ഷ്മി നായർ 6. ഇത്രയും പേരുടെ 1 മണി വരെയുള്ള കമന്റ്സിന്റെ ആണ്. അത് കഴിഞ്ഞ് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. എന്താണേലും എന്റെ ദൈവമേ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീഡിയോ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാവേ. വീഡിയോ നീണ്ടിട്ടുണ്ട്, സോറി. ഞാൻ അടുത്തതിനകത്ത് കുറെ ആൾക്കാരുടെ എല്ലാം പേര് വായിക്കാം.